ഹായ് ഫ്രണ്ട്സ്, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അമേരിക്കയിലെ ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് കമ്മ്യൂണിറ്റിയാണ്. അവിടുത്തെ വീടുകൾ എങ്ങനെയാണെന്നും എന്തൊക്കെ സൗകര്യങ്ങളാണുള്ളതെന്നൊക്കെ കാണാവേ. അമേരിക്കയിലെ പല കമ്മ്യൂണിറ്റികളുടെയും പ്രത്യേകത വീട് പോലെ തന്നെ ചുറ്റുമുള്ള പ്രകൃതിക്കും പൊതു സൗകര്യങ്ങൾക്കും കൂടെ പ്രാധാന്യം നൽകുന്നതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, നിറയെ മരങ്ങളൊക്കെയായി ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടുത്തെ കമ്മ്യൂണിറ്റീസ് വളരെ ക്ലീനും വെൽ മെയിൻറ്റെയിൻഡും ആണ് കേട്ടോ. റോഡുകളും നടപ്പാതകളും ഒക്കെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റോഡുകളൊക്കെ ഈ കമ്മ്യൂണിറ്റീസിനുള്ളിലുള്ള റോഡുകളാണ് കേട്ടോ. ഇത് റെൻ്റൽ ഹൗസ് ആയതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി മെയിൻ്റെനൻസ് ഒക്കെ മാനേജ്മെൻ്റ് ആണ് നോക്കുന്നത്. പുല്ലുകളൊക്കെ കൃത്യമായി വെട്ടി വൃത്തിയാക്കി സൂക്ഷിക്കുകയും ആവശ്യമായ രീതിയിൽ വെള്ളമൊക്കെ കൊടുത്തവർ ഈ ഗ്രീൻ ഏരിയ എപ്പോഴും നല്ല മനോഹരമായി തന്നെ നിലനിർത്തുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സമ്മർ സീസണാണ്. സമ്മർ ആയതുകൊണ്ട് തന്നെ മരങ്ങളെല്ലാം നല്ല പച്ചപ്പിലാണ്. ഇപ്പോൾ ഫാൾ സീസൺ വരുമ്പോൾ ഇലകളൊക്കെ കൊഴിയാൻ തുടങ്ങും. പിന്നെ വിൻ്റർ എത്തുമ്പോഴേക്ക് പല മരങ്ങളിലും ഇലകളൊന്നും ഇല്ലാതെ അതും കാണാൻ നല്ല ഭംഗിയാട്ടോ. അമേരിക്കയിലെ വീടുകളൊക്കെ പ്രധാനമായി വുഡ് ഫ്രെയിം കൺസ്ട്രക്ഷനാണ് ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. പുറത്തുനിന്ന് നമുക്ക് കാണുമ്പോൾ കോൺക്രീറ്റ് പോലെയൊക്കെ തോന്നും, പക്ഷേ അതിൻ്റെ ഉള്ളിലെ സ്ട്രക്ചർ മിക്കവാറും മരങ്ങൾ തന്നെയാണ്. ചില വീടുകൾക്കൊക്കെ ഭംഗിക്ക് വേണ്ടി ഇതുപോലെ പുറംഭാഗത്തെ ബ്രിക്സും സ്റ്റോണും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഭംഗിക്ക് വേണ്ടി ഫ്രണ്ട് ഭാഗങ്ങളിൽ ഇതുപോലെ സ്റ്റോണും ബ്രിക്സും ഒക്കെ കാണാമെങ്കിലും അതിനുള്ള ഫ്രെയിം പലപ്പോഴും വുഡ് കൊണ്ട് തന്നെയാണ്. പക്ഷേ ഇൻസൈഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന വീടിൻ്റെ വോള് പോലെ തന്നെയാണ്. ഇതുപോലെ കുറേ വാക്കിംഗ് പാത്ത് ഉണ്ട് ഇതിനുള്ളിൽ. നല്ല ഭംഗിയാട്ടോ ഇതിൽ നടക്കാനൊക്കെ. രാവിലെയും വൈകുന്നേരമൊക്കെ ആൾക്കാരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇതിൽ. ഭയങ്കര ഒരു ശാന്തമായ അന്തരീക്ഷമാണ്. ഇടയ്ക്ക് ഇതുപോലെ സീറ്റിംഗ് ഏരിയാസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ കമ്മ്യൂണിറ്റി പ്ലാനിങ്ങിൻ്റെ വേറൊരു പ്രത്യേകതയാണിത്. ഇത്തരം ചെറിയ സീറ്റിംഗ് ഏരിയാസ് ഓരോ സ്ഥലങ്ങളിലും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് നോക്കിയേ, ഒരു വുഡൻ ബ്രിഡ്ജ് എന്ത് ഭംഗിയല്ലേ കാണാൻ. നടക്കാനുള്ള ഒരു പാതയായത് നല്ല ഭംഗിയായി സെറ്റ് ചെയ്തിരിക്കുകയാണ്. വെയിലും മഴയിലും ഒന്നും ഇതിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ശരിക്കും മരം കൊണ്ട് ഇങ്ങനെ ബ്രിഡ്ജ് ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ വളരെ കുറവാണെന്ന് തോന്നുന്നത്. വൈകുന്നേരം കഴിയുമ്പോഴേക്ക് ഈ നടപ്പാതയിലൊക്കെ ഇതുപോലെ ലൈറ്റുകൾ തെളിയൂട്ടോ. അതുപോലെ തന്നെയാണ് ഈ ബാർബിക്യൂ ഗ്രിൽ സൗകര്യവും. ഇതും ഇതിനുള്ളിൽ കുറേ സ്ഥലങ്ങളിൽ ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഫാമിലിയുടെ കൂടെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ ആയി നമുക്ക് വന്നിരുന്ന് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഭക്ഷണമൊക്കെ തയ്യാറാക്കി കഴിക്കാനുള്ള സൗകര്യമാണ്. ഇതാണ് ഇവിടുത്തെ ഗ്രേറ്റ് റൂം. ഇവിടെ താമസിക്കുന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. നല്ല മനോഹരമായ ഒരു കോമൺ സ്പേസ് ആണ് ഇത്. വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് ജോലി ചെയ്യാനും മീറ്റിങ്ങുകൾ നടത്താനും ഒക്കെ, അല്ലെങ്കിൽ കുറച്ച് സമയം റിലാക്സ് ചെയ്യാനൊക്കെ ഇവിടെ സൗകര്യമുണ്ട്. ഇവിടെ കോഫിയും മറ്റ് റിഫ്രഷ്മെൻറ്റ്സ് ഒക്കെ ലഭ്യമാണ്. അതേസമയം വൈകുന്നേരം മുതൽ ഈ ഗ്രേറ്റ് റൂം പാർട്ടികൾക്കും ഗെറ്റ് ടുഗദറുകൾക്കും ഒക്കെ ബുക്ക് ചെയ്യാനും കഴിയും. ബർത്ത്ഡേ പാർട്ടി, പിന്നെ ചെറിയ ഫാമിലി ഫംഗ്ഷനുകൾ, സുഹൃത്തുക്കളൊക്കെ ആയി ആഘോഷങ്ങൾ എന്നിവയ്ക്കൊക്കെ താമസക്കാർക്ക് ഈ സ്പേസ് ഉപയോഗിക്കാൻ പറ്റും. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയി കൂടാനും ഓണത്തിനും വിഷുവിനൊക്കെ ഇവിടെ വെച്ചാണ് നടത്താറ്. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പ്രധാന ഭാഗമാണ് ഈ ലീസിംഗ് ഓഫീസ്. ഇവിടെ നിന്നാണ് പുതിയ റെസിഡൻസിന് അപ്പാർട്ട്മെൻറ്റ് കാണിച്ചു കൊടുക്കുന്നത്. ലീസ് എഗ്രിമെൻറ്റ്, മെയിൻ്റെനൻസ് റിക്വസ്റ്റ്, കമ്മ്യൂണിറ്റി സംബന്ധമായ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. സ്റ്റാഫ് എല്ലായ്പ്പോഴും സഹായിക്കാൻ ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇതാണ് കമ്മ്യൂണിറ്റി ടൂറിന് ഉപയോഗിക്കുന്ന പ്രത്യേക വാഹനം. പുതുതായി വരുന്നവർക്ക് കമ്മ്യൂണിറ്റിയെ പരിചയപ്പെടുത്താൻ സാധാരണയായി ഈ വെഹിക്കിളാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ മെയിൻ്റെനൻസ് ടീം ഉപയോഗിക്കുന്ന വെഹിക്കിളാണ്. ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെ മെയിൽ ബോക്സ്. അമേരിക്കയിലെ അപ്പാർട്ട്മെന്റ് കമ്മ്യൂണിറ്റീസിൽ സാധാരണയായി ഓരോ താമസക്കാർക്കും പ്രത്യേക മെയിൽ ബോക്സ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഓരോ റെസിഡൻസിനും സ്വന്തം മെയിൽ ബോക്സും അതിനുള്ള പ്രത്യേക കീ ഉണ്ടായിരിക്കുക. മെയിൽ ബോക്സ് ഏരിയയിൽ പ്രവേശിക്കാൻ ഇതുപോലെ ഒരു പിൻ നമ്പർ നമ്മൾ ഉപയോഗിക്കണം. അകത്ത് കയറിയ ശേഷം
നമുക്ക് സ്വന്തം കീ ഉപയോഗിച്ച് നമ്മളെ സ്വന്തം മെയിൽ ബോക്സ് തുറക്കാൻ കഴിയും. ഇതുപോലെ തന്നെയാണ് കേട്ടോ, വലിയ പാർസലുകൾക്കായി പ്രത്യേക ഒരു പാർസൽ ബിൽഡിങ്ങും ഇവിടെയുണ്ട്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സൗകര്യങ്ങൾ ആണ് ഇവിടുത്തെ താമസക്കാർക്ക് ദൈനംദിന ജീവിതം കൂടുതൽ എളുപ്പവും സുരക്ഷിതവും ഒക്കെ ആക്കുന്നത്. ഇവിടെ അധിക കമ്മ്യൂണിറ്റീസിലും സ്വിമ്മിംഗ് പൂള്, ജിമ്മ്, ക്ലബ് ഹൗസ് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ റെന്റിൽ തന്നെ ഉൾപ്പെടാറുണ്ട്. ഞങ്ങളുടെ മെയിൻ സ്വിമ്മിംഗ് പൂളാണ് ഇത്. മിക്ക ഈവനിങ് ടൈമിലും അല്ലെ വീക്കെൻഡ് ഡേയ്സ് ഒക്കെ റിലാക്സ് ചെയ്യാനും ഒഴിവ് സമയം ചിലവഴിക്കാനൊക്കെ നിറയെ ആളുകളായിരിക്കും കേട്ടോ ഇവിടെ. ഇവിടെ ഇതുപോലെ കണ്ടില്ലേ, ബാർബിക്യൂ ഒക്കെ ചെയ്യാനുള്ള സൗകര്യം വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെയായി നിരവധി റീക്രിയേഷണൽ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പുറത്തേക്ക് പോകാതെ തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ജിം. പ്രൈവസി മാനിച്ച് ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ യോഗ, സൂംബ ഡാൻസ് പോലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നടക്കാറുണ്ട്. ഇത് വോളിബോൾ കോർട്ട്. ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ട്, നമ്മുടെ സ്വന്തം ബാഡ്മിൻ്റൺ കോർട്ട്. മിക്ക ദിവസവും 2-3 മണിക്കൂർ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇവിടെ കളിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തോട് ഒരു പ്രത്യേക സ്നേഹവും അറ്റാച്ച്മെൻറ്റും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ബാഡ്മിൻ്റൺ കോർട്ടല്ല കേട്ടോ, റാക്കറ്റ് ബോൾ കോർട്ടാണ്. പക്ഷേ നമ്മൾ നെറ്റൊക്കെ കെട്ടി ഇതിൽ ബാഡ്മിൻ്റൺ കളിക്കാറാണ്. ഇവിടെ കുട്ടികളുടെ പാർക്കിനോട് അടുപ്പിച്ചൊരു ബാസ്കറ്റ് ബോൾ കോർട്ടും ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായി പ്രത്യേക പ്ലേ ഏരിയാസ് ഉണ്ട്. അതുപോലെ തന്നെ പെറ്റ് ലവേഴ്സിനെ പരിഗണിച്ച് നായകൾക്കായി ഡോഗ് പാർക്ക് പോലുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഡോഗിന് കളിക്കാനും സമയം ചെലവഴിക്കാനും ഒക്കെ വേണ്ടിയുള്ള ഏരിയാസ് ആണ്. അതിനോട് അടുപ്പിച്ച് ഡോഗ് വാഷ് ഏരിയ കൂടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ എല്ലാ അപ്പാർട്ട്മെന്റ്സിന്റെ മുന്നിലും ഇതുപോലെ വിശാലമായ പാർക്കിംഗ് ഏരിയാസ് ഉണ്ട്. ഇതല്ലാതെ തന്നെ നമുക്ക് സേഫായി വണ്ടി വെക്കാൻ വേണ്ടി പല വീടുകൾക്കും ഗരാജ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് ഇലക്ട്രിക് വെഹിക്കിൾസ് ചാർജ് ചെയ്യാനുള്ള സംവിധാനം കൂടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയുള്ള മറ്റൊരു സൗകര്യമാണ് കാർ കെയർ ഏരിയ. വണ്ടികൾ പുറത്തു കൊണ്ടുപോകാതെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനും കഴുകാനൊക്കെ പറ്റും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് കമ്മ്യൂണിറ്റിയുടെ ഒരു ചെറിയ ടൂറ്. ഇവിടെയുള്ള സൗകര്യങ്ങളും അന്തരീക്ഷവും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.